ഹലോ. ജീവിതം മെച്ചപ്പെടണോ? താങ്കൾക്ക് കുറെ കൂടി പുരോഗമിക്കാനുണ്ടോ? ഓ, എന്നാ ചോദ്യ ചേട്ടാ ചോദിക്കണത്. ജീവിതം മെച്ചപ്പെടണം, ഓരോ ദിവസവും മുന്നോട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നാ ഞാനൊരു സൂത്രം പറയട്ടെ. നമുക്ക് ജീവിതം അങ്ങോട്ട് 100% മാറ്റിയാലോ? ആ, അപ്പൊ തന്നെ നമ്മുടെ മനസ്സടഞ്ഞു. പിന്നെ 100% മാറ്റില്ലേ? അത് കേൾക്കുമ്പോ തന്നെ നമ്മുടെ മനസ്സ് അതെനിക്ക് കഴിയില്ല, എനിക്കൊന്നും അത്ര കഴിവില്ല, അതെങ്ങനെയാണ് എനിക്ക് 100% മാറ്റാൻ പറ്റുന്നത്? അത് ഞാൻ ചോദിക്കുമ്പോ തന്നെ മനസ്സ് അതിനെ ഭാരമായിട്ട്, കഷ്ടപ്പാടായിട്ട്, എനിക്ക് നടക്കാത്ത കാര്യമായിട്ട് അത് ചോദ്യത്തിൽ തന്നെ നമ്മുടെ മനസ്സിനെ അടഞ്ഞു പോകും. എന്നാൽ അടുത്ത ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, ഒന്ന് ശ്രദ്ധിക്കണേ. അടുത്ത ചോദ്യം ചോദിച്ചോട്ടെ. 1% നമ്മുടെ ജീവിതം മാറ്റാൻ പറ്റുമോ? 1%? ആ, അതൊക്കെ വളരെ ലളിതമായിട്ടുള്ള കാര്യമല്ലേ? യെസ്, അബ്സല്യൂട്ട്ലി. 1% മാറ്റാനൊക്കെ എനിക്ക് പറ്റുന്നില്ലേ? 1% മാറ്റാൻ പറ്റില്ലേ? എന്നാ ഈ വീഡിയോ ഒന്ന് കേൾക്കും. 100% മാറ്റണം എന്ന് പറയുമ്പോൾ നമുക്ക് കഴിവില്ല, അതിനുള്ള സ്കില്ല് എനിക്കില്ല, അതിനെനിക്ക് നേരമില്ല, അതിനുള്ള ക്ഷമയില്ല, അതിനുള്ള വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയല്ല എനിക്ക് എന്ന് പറയും. പക്ഷെ 1% ആണെന്നുണ്ടെങ്കിലോ നമ്മുടെ മനസ്സ് നല്ല ആശ്വാസത്തിലാണ്. എനിക്കിത് പറ്റില്ലോ, എനിക്ക് മാറ്റാൻ കഴിയില്ലോ. അങ്ങനെ 1% നമ്മുടെ ജീവിതം മാറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ കുറെ കൂടി മനോഹരമാക്കി മാറ്റാൻ പറ്റും. എത്ര? 1%. ജെയിംസ് ക്ലിയർ ഈ പുസ്തകത്തില്, അറ്റോമിക് ഹാബിറ്റ് എന്ന് പറഞ്ഞ ഈ പുസ്തകത്തില് ജെയിംസ് ക്ലിയർ നമ്മളോട് 1% മാറ്റം വരുത്തി ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താന്നുള്ള സുഖകരമായ, നമുക്കെല്ലാവർക്കും ഏറ്റെടുക്കാൻ പറ്റുന്ന വളരെ അമേസിംഗ് ആയിട്ടുള്ള വഴി പറഞ്ഞു തരുന്നുണ്ട്. ഒരു ദിവസം 1% മെച്ചപ്പെടുത്തുക. ഇടതടവില്ലാതെ എല്ലാ ദിവസവും 1% വെച്ച് 1% വെച്ച് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് ഒരു വർഷം കഴിയുമ്പോൾ നമ്മുടെ വിജയം അല്ലെങ്കിൽ മുന്നോട്ടുള്ളതെന്ന് പറഞ്ഞാൽ 37.78%. നമുക്കൊരു പ്രസംഗിക്കാനുള്ള താല്പര്യമുണ്ട്, സമ്പത്ത് സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു കമ്പ്യൂട്ടർ സ്കില്ല് നേടേണ്ടതുണ്ട്. എന്തു ആയിക്കോട്ടെ, ഏത് കഴിവായിക്കോട്ടെ, ഒരു ദിവസം 1% വെച്ച് കുറച്ച് സമയം, നമുക്ക് 10 മിനിറ്റ് മാറ്റി വയ്ക്കേണ്ടാവില്ല ഒരു കാര്യത്തിന് വേണ്ടി. ഒരു ദിവസം 10 മിനിറ്റ്, അടുത്ത ദിവസം 10 മിനിറ്റ്, അങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ 10 മിനിറ്റ് മാത്രം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു വർഷം അവസാനമാകുമ്പോൾ 37.78% നമ്മൾ വിജയിക്കും. എന്നാൽ നമുക്ക് പാട്ട് പാടാനുള്ള ഒരു കഴിവുണ്ട്, നമ്മളത് പരിശ്രമിക്കുന്നില്ല, അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നില്ല, പ്രാക്ടീസ് ചെയ്യുന്നില്ല. എന്ത് സംഭവിക്കും അറിയുമോ? ഒരു വർഷം കഴിയുമ്പോൾ 0.03% താഴോട്ട് വരും. അപ്പൊ നമ്മുടെ ഒരു കഴിവ് ഒരു ദിവസം ശ്രമം തുടരുമ്പോ, ഓരോ ദിവസം ശ്രമം തുടരുമ്പോ നമ്മുടെ മനസ്സ് പറയും, ഓ, ഒരു ശ്രമം തുടരാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 100% മാറ്റാന്ന് പറഞ്ഞാൽ നമുക്ക് സാധിക്കില്ല, നമ്മുടെ ബ്രെയിൻ അത് അംഗീകരിക്കില്ല, നമ്മൾ താഴോട്ട് വലിക്കും. പലപ്പോഴും നമ്മള് ഈ ഗുഡ് റെസൊല്യൂഷൻസ് എടുക്കില്ലേ, ഈ 1-ാം തീയതി കുട്ടികളാണെന്നുണ്ടെങ്കിൽ സ്കൂൾ തുറക്കണ ദിവസം, അല്ലെ, ഓണത്തിന് ക്രിസ്മസിനൊക്കെ നമ്മൾ ചില ഗുഡ് റെസൊല്യൂഷൻ എടുക്കും. അതിൽ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അട്ടർ ചേഞ്ച് 100% പ്യുവർലി മാറാൻ പോവാന്ന് പറയും. പക്ഷെ നമ്മുടെ ബ്രെയിൻ നമ്മുടെ ഒപ്പം നിൽക്കില്ല സുഹൃത്തെ, തട്ടിക്കളയും. പക്ഷെ ഒരു ദിവസം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മേഖല തിരഞ്ഞെടുത്ത് ഒരു ദിവസം 1% മാറ്റം വരുത്താൻ ശ്രമിച്ചു തുടങ്ങി കഴിഞ്ഞാല് 37%, ശ്രദ്ധിച്ചു നോക്കിയേ, 37%. അപ്പൊ 2 വർഷം നമ്മൾ ആ ശ്രമം നടത്തി നോക്കിയേ. അല്ല, നമ്മൾ 3 വർഷം തുടർച്ചയായിട്ട് പഠിക്കാനുള്ള കാര്യത്തെ, നമ്മൾ മാറ്റമുള്ള കാര്യത്തെ, നമുക്ക് ഏത് കഴിവാണ് വേണ്ടത്, നിരന്തരം ശ്രമിച്ചു നോക്കിയാൽ 3 കൊല്ലം കഴിയുമ്പോഴേക്കും നമുക്ക് 100 അല്ല അതിനപ്പുറത്തേക്ക് കണ്ടിട്ടുണ്ടാവും. 1% മാറ്റത്തിന് യുദ്ധമൊന്നും വേണ്ട, ഫോഴ്സ് ചെയ്യണ്ട, ചാട്ടവും ചാടി ഓടി ബഹളമൊന്നും വേണ്ട. ശാന്തമായി 10 മിനിറ്റ് പക്ഷെ ദിവസം. എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാം, എല്ലാ ദിവസവും ശ്രമിക്കുക. എന്ത് മാറ്റമാണോ വേണ്ടത് എന്ന് ആദ്യം നമ്മൾ എഴുതി തയ്യാറാക്കുക, അല്ലെങ്കിൽ നമ്മൾ തീരുമാനിച്ചു ഉറപ്പിക്കുക. പ്രസംഗമാണോ ശരിയാക്കേണ്ടത്? ഓരോ ദിവസവും 5 മിനിറ്റ് പ്രസംഗിച്ചു നോക്കൂ, നിങ്ങളെ ഫേസ്ബുക്കിൽ ഇട്ട് നോക്കൂ, വേണ്ട നിങ്ങളുടെ മൊബൈലിൽ തന്നെ എടുത്തു നോക്കൂ.
അല്ല, നിങ്ങളൊരു വിദ്യാർത്ഥിയാണ്, നിങ്ങൾ പഠിക്കുന്ന സമയത്തിന് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കൂ. അല്ലെങ്കിൽ പുതിയൊരു സ്കില്ലുകളാണ് നേടുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ഒന്ന് കുറച്ച് സമയം മാറ്റി വെക്കും. ശരീരം സ്ട്രെങ്ത് ആക്കണം, ജിമ്മനാക്കണം. ഇന്ന് പോയിട്ട് ക്ലബിൽ പോയിട്ട് 4 മണിക്കൂർ 5 മണിക്കൂർ വർക്ക്ഔട്ട് ചെയ്ത് അടുത്ത മാസം നടക്കാൻ പോണ കാര്യമല്ല. സ്വപ്നം മാത്രമേ നമ്മുടെ ശരീരവും മനസ്സും അതിനനുസരിച്ച് പറയില്ല. പക്ഷേ ഇന്ന് ഞാൻ 10 മിനിറ്റ് നടക്കും, ഒരു പുഷപ്പ് എടുക്കും, ഒരു സൂര്യ നമസ്കാരം. ചെറിയ കാര്യമില്ലേ. നാളെയും ചെയ്യുക, മറ്റന്നാളും ചെയ്യുക. അങ്ങനെ ഒരു വർഷം നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് വലിയ മാറ്റം നമ്മുടെ ഉള്ളിൽ നിന്ന്. വായിക്കണം. എല്ലാവരും പറയും എനിക്കിന്ന് വായിക്കണം. പക്ഷേ അറ്റോമിക് ഹാബിറ്റ് എടുക്കുക, 699 രൂപയുള്ളൂ. ഇതിന്റെ മലയാളം ദർശനം കിട്ടും. 2 പേജ് വായിക്കുക. അതെളുപ്പല്ലേ? 2 പേജ് വായിക്കൽ എളുപ്പല്ലേ? എന്റെ പണത്തിന്റെ വരവ് കൂട്ടണം. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് സമ്പന്നരാകാൻ പറ്റില്ല. പക്ഷെ 15 മിനിറ്റ് പണത്തെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഞാൻ പഠിക്കാൻ പോവുകയാണ്. എന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, എന്റെ ബിസിനസ് സ്കില്ല്, എനിക്കൊരു ബിസിനസ് തുടങ്ങുന്നതിനുള്ള കാര്യങ്ങളെ പറ്റി ഞാൻ പഠിക്കാൻ പോവുകയാണ്. 10 മിനിറ്റ് ഇരുന്ന് പഠിച്ചു നോക്കൂ. ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ എക്സ്പെർട്ട് ആവും. ഈ പുസ്തകം വായിച്ചത് എന്റെ ജീവിതത്തിൽ ഒരു മാജിക്കൽ അനുഭവമായിരുന്നു. ഞാൻ സൈക്കോളജിയുടെ പഠനം 1% വ്യത്യാസം വരുത്തി. അത് എന്നിലുണ്ടാക്കിയ ഒരു കോൺഫിഡൻസ്, കൺസിസ്റ്റൻസി വർദ്ധിച്ചു, കോൺഫിഡൻസ് വർദ്ധിച്ചു. എന്റെ ഐഡന്റിറ്റി തന്നെ ചേഞ്ച് വന്നു. നമ്മൾ ഏത് മേഖലയാണോ അതിൽ 1% വെച്ച് മാറുമ്പോഴല്ലോ നമ്മുടെ കോൺഫിഡൻസ് ലെവലിൽ വലിയ മാറ്റം വരും. നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് നാം ആ കാര്യം ചെയ്യാൻ വേണ്ടി ജനിച്ച ആളാന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിലീവ് സിസ്റ്റം വരും. കുറച്ച് ദിവസം കൊണ്ട് നിങ്ങൾ നല്ലോണം വ്യായാമം ചെയ്യുന്ന ആളായിട്ട് മാറും. കുറച്ച് ദിവസം കൊണ്ട് നിങ്ങൾ സമ്പത്ത് സൃഷ്ടിക്കുന്ന ആളായിട്ട് മാറും. കുറച്ച് ദിവസം കൊണ്ട് നിങ്ങൾ വായന രസിക്കുന്ന ആളായിട്ട് മാറും. കുറച്ച് ദിവസം കൊണ്ട് നിങ്ങൾ ഏത് മേഖലയാണോ ഏറ്റെടുത്തത് അതിൽ നിങ്ങൾക്ക് നൈപുണ്യമുള്ള ആളായിട്ട് മാറും. സുഹൃത്തെ, നമ്മുടെ ജീവിതം മാറ്റാം, നമുക്ക് മുന്നോട്ട് പോവാം. ശക്തമായി നമ്മുടെ ലൈഫ് കൊണ്ട് മറ്റുള്ളവരിലേക്ക് ഇമ്പാക്ട് സൃഷ്ടിക്കാൻ പറ്റും. 1%, ഒരേ 1% പറയാൻ പറ്റില്ലേ? ഒന്ന് മനസ്സിലൊന്ന് പറഞ്ഞു. ആഹാ, ഇതൊക്കെ എനിക്ക് കഴിയും. ഞാൻ 1% മാർക്കുന്ന ജീവിതത്തിന്റെ മുന്നേറ്റത്തിൽ നെറുകയിലെത്താൻ നാളെ നിങ്ങളെ നോക്കി പറ്റുള്ളവർ പറയും ഇയാളൊരു സംഭവം തന്നെയാണ്. അങ്ങനെ നമുക്ക് നമ്മളെ സംഭവമാക്കി മാറ്റാം ആ ചെറിയ മാറ്റത്തിലൂടെ. ഈ ടോപ്പിക്ക് ഇന്ന് തന്നെ ഒന്ന് ഉപയോഗപ്പെടുത്തി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അനുഭവം ഉണ്ടല്ലോ കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചിടും. ഇതുപോലെയുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ടോപ്പിക്കും ഏതാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കുറിച്ചിടുക. അടുത്ത പ്രാവശ്യം നമുക്ക് നമ്മളെ 1% മാറ്റാൻ പറ്റുന്ന ഗംഭീര ടോപ്പിക്കുകളുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.